നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സൂപ്പർ സ്റ്റാറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ഫാമിലി റൗണ്ട് ചെയ്യും. ഓക്കെ, അവിടെ എല്ലാവരും റെഡി ആയിട്ടിരിക്കുകയാണ്. നമ്മുടെ അബികുട്ടൻ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം അഭിനവ് ആൻഡ് ഫാമിലി. സുരേഷ്, അതാ ആ നിൽക്കുന്ന BA എക്കണോമിക്സിന് പഠിക്കുന്ന ശാരിയില്ലേ, അവളെയാണ് ഞാൻ വളയ്ക്കാൻ നോക്കുന്നത്. അവളുടെ കൂടെ നിൽക്കുന്ന മേരി ഇല്ലേ, അവൾ കണക്കാ. നിനക്കറിയില്ലേ എനിക്ക് കണക്ക് ഇഷ്ടമല്ലെന്ന്. അവിടെ വേറൊരു ടീമും കൂടെ ഉണ്ടല്ലോ, ആരോ എന്തോ. അതുമല്ല, നമുക്കറിയാത്തൊരുത്തൻ 2 ദിവസമായി ഇവിടെ കിടന്ന് ചുറ്റുന്നുണ്ട്. എടാ പൊട്ടന്മാരെ, നീയൊക്കെ അവളെ വളയ്ക്കാൻ നോക്കുന്ന സമയത്ത് ഞാൻ അവളെ ഓടിക്കും, ഞാൻ അവളെ വീഴ്ത്തും. എൻ്റെ കയ്യിൽ അതിന് വേറൊരു ട്രിക്കുണ്ട്, താ കണ്ടോ? ശാരി മേരി രാജേശ്വരി, നേര് പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ, കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി. ശാരി മേരി രാജേശ്വരി, ഹേ ശാരി മേരി രാജേശ്വരി, നേര് പറഞ്ഞാൽ പിണങ്ങല്ലേ, കൂലിക്കാളിനെ വിട്ടെന്നെ തല്ലല്ലേ, കൊല്ലല്ലേ. ശാരി മേരി രാജേശ്വരി, ഹേ ശാരി മേരി രാജേശ്വരി. 5 വയസ്സുള്ള പ്രായം വരെ നിങ്ങൾ വെൺപനീർ പൂവുകളായിരുന്നു. 5 വയസ്സുള്ള പ്രായം വരെ നിങ്ങൾ വെൺപനീർ പൂവുകളായിരുന്നു. 15 കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തേതോ പഞ്ചവാദ്യമേളമായിരുന്നു. 15 കഴിഞ്ഞപ്പോൾ നെഞ്ചിനകത്തേതോ പഞ്ചവാദ്യമേളമായിരുന്നു. 18 കഴിഞ്ഞപ്പോൾ 1000 പ്രേമത്തിൻ പുഷ്പങ്ങൾ കത്തിയെറിഞ്ഞു നിങ്ങൾ. പാവം വിഡ്ഢികൾ കാമുകന്മാർ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോ അട്ടഹസിച്ചു ചിരിച്ചു നിങ്ങൾ. ശാരി മേരി രാജേശ്വരി, ശാരി മേരി രാജേശ്വരി, ഹേ ശാരി മേരി രാജേശ്വരി. പക്കാല നിലപടി ഈ പക്കാല നീലപടി ഈ പക്കാല ഗരി സരി സനി സനി ധനി ദദ പമ പദനി മപദ സനി ഗമ പദനി സ ഗരി സ ഗരി സനി ദ പമ പദനി സനി ദ പമ ഗരി ഗമ പദ. പക്കാല പക്കാല പാടിയ നിങ്ങളുടെ ചുണ്ടത്ത് പൊട്ടി വിരിഞ്ഞത് ഏക് ദോ തീൻ 4 5 7 8 9 10 11 12 13. ഏക് ദോ തീൻ 4 5 7 8 9 10 11 12 13. तेरा करो दिन गिन गिन के इंतजार, राजा सनमाई बहार. കോപ്പിയടിച്ചും കൈക്കൂലി കൊടുത്തും PDC BSc MSc ആയി. കോപ്പിയടിച്ചും കൈക്കൂലി കൊടുത്തും PDC BSc MSc ABCD പറയാൻ അറിയാത്ത നിങ്ങളുടെ
വാ തുറന്നാൽ ഇംഗ്ലീഷ് പാട്ടു മാത്രം. ലവ് യു, can you see that I believe you? Oh please give me another little chance. अरे शारी अरे मेरी अरे राजेश्वरी, अरे शारी अरे मेरी अरे राजेश्वरी, सारी मेरी राजेश्वरी, हे सारी मेरी राजेश्वरी. നീര് പറഞ്ഞ പിണങ്ങലേ കൂലിക്കാളിനെ വിട്ടനെ തല്ലല്ലേ കൊല്ലല്ലേ, സാരി മേരി രാജേശ്വരി, സാരി മേരി രാജേശ്വരി, സാരി മേരി രാജേശ്വരി, സാരി മേരി രാജേശ്വരി. അഭിനവ് ആൻഡ് ഫാമിലി, വാട്ട് എ പെർഫോമൻസ്. അടിപൊളിയായിരുന്നു. ലൈക് ഫുൾ ഓൺ എന്റർടൈൻമെന്റ് അല്ലേ? ഇങ്ങനെ പേടിച്ചാട്ടോ സ്റ്റേജിൽ കയറിയ. കഴിഞ്ഞപ്പോ എന്നോട് പറയാം ക്യാരക്ടറിന് വിടാൻ പറ്റുന്നില്ല, കുണുങ്ങിയാ നടക്കാൻ പറ്റുന്നുള്ളൂ എന്ന്. ക്യാരക്ടറിന്ന് ഇറങ്ങിയോ? പറ മൈക്കിൽ. ക്യാരക്ടറിന്നൊക്കെ ഇറങ്ങി. എങ്ങനെ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ആക്ട് ചെയ്തപ്പോ? ഭയങ്കര, ആദ്യം വന്നപ്പോഴൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് ഞങ്ങളെ ഈ ഡാൻസ് പഠിപ്പിച്ച് ഇവിടെ ചെയ്യാൻ പ്രാപ്തരാക്കിയ ഷാഹുലിനും ഇന്ദുവിനുമാണ്. വെരി ഗുഡ് മക്കളെ, മോനെ ഇതെന്റെ കസിൻ സിസ്റ്റേഴ്സാ, അനു ചേച്ചി, ലക്ഷ്മി ചേച്ചി, ഇതെന്റെ അച്ഛൻ ജയൻ, ഇത് അമ്മ അശ്വതി, പിന്നെ ഇത് കൊച്ചിച്ചൻ ഹരികൃഷ്ണൻ, ഇത് എന്റെ മാമൻ വിഷ്ണു എന്നാ പേര്. കൊച്ചച്ഛനും മാമനും കൂടെ അസാധ്യം. സൈക്കിളിൽ കേറാൻ പറ്റാഞ്ഞതാണോ അത് അങ്ങനെയായിരുന്നു? പാന്റ് കുറച്ച് ഇറങ്ങിപ്പോയി, അവന്റെ കാലാക്കാൻ മേപ്പോട്ട് പോക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരത് ഇന്റലിജന്റ് ആയിട്ട് മാനേജ് ചെയ്തു. കൂടെ വെച്ച് തള്ളുന്നു. ഓക്കെ, നൈസ്. അവരിവിടെ ചവിട്ടിക്കൊണ്ട് നടന്ന ഞാൻ കണ്ട് റിഹേഴ്സൽ സമയത്ത്. അവിടെ ചെന്നപ്പോ പാന്റ് അടക്കമുടക്കായിട്ടിരിക്കുക, ഒന്നും കാലും പൊങ്ങുന്നില്ല. ഓക്കെ, എന്തെങ്കിലും ഇത് നല്ല രസമുണ്ടായിരുന്നു മൊത്തത്തിൽ കേട്ടോ. ഇത് അച്ഛനാന്ന് അവർക്ക് ഒരു പിടിയില്ല. ഇത് ആരാ ഞാനിങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അച്ഛൻ അടിപൊളിയായിരുന്നു. പിന്നെ അച്ഛൻ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല രസമായിരുന്നു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ ഇങ്ങനൊരു. അല്ല, അച്ഛൻ്റെ അടുത്ത് ഞാനൊരു ചോദ്യം ചോദിക്കും. ഇങ്ങനൊക്കെ നടക്കാൻ ഇഷ്ടമാണോ? വെളിയിലൊക്കെ കത്തിയൊക്കെ ആയിട്ട് ആരുടെ വഴി എന്നൊക്കെ പറഞ്ഞിട്ട് അല്ല, ഇഷ്ടമാണോ അത്? ഇല്ല സാർ, എന്നാ ഞാൻ പേടിച്ചിരുന്നതാ ഇങ്ങോട്ട് വരുമെന്ന്. അച്ഛൻ ഇങ്ങനെ കത്തി കാണിച്ചാണ് അമ്മേനെ വിളിച്ചേ? ഇല്ല ഇല്ല, അപ്പൊ കണ്ടപ്പോ തന്നെ അച്ഛൻ കത്തിയാണെന്ന് മനസ്സിലായി അമ്മയ്ക്ക്. അച്ഛൻ എങ്ങനെയാ അമ്മ, പാവമാണോ? അച്ഛൻ പുറത്ത് പാവമാണ്, വീട്ടിലത്ര അല്ല. പാവല്ല അല്ലേ? ആണോ അബി? നിനക്ക് വച്ചണ്ടാ യൂട്യൂബ് ബ്രൂട്ടസി. ഇടുക്കിയൊക്കെ ചെയ്യാൻ മോനെ ദേഷ്യം വന്ന അടിക്കും. വല്ല കുർത്താക്കേട് കാണിച്ചിട്ടായിരിക്കും. പിന്നെ അത് മക്കളെ, അത് നമുക്ക് ഡിസേർവ് ചെയ്യുന്ന കാര്യമല്ലേ, അതിന് കുറ്റം പറയരുത്. അച്ഛന്റെ ഉള്ളിലൊരു ഗുണ്ട ഉണ്ടെന്ന് ഇപ്പഴാ മനസ്സിലായത്. ഇവിടെ അത് ഭാഗ്യമായി ഇവിടെ വന്നത് ചെയ്യിപ്പിച്ചത്. ഇനി അച്ഛൻ തീർന്ന് വീട്ടിൽ ചെല്ലേണ്ട താമസം. ഓക്കെ, എനിവേസ് അടിപൊളിയായിരുന്നു. മാമൻ അല്ല, എന്റെ കൊച്ചച്ഛൻ പാടും ചെറുതായി. കൊച്ചച്ഛൻ പാടും, ഡോക്ടറാണ്. ഡോക്ടർ? ഏത് ഡോക്ടറാണ്? ഞാൻ ഇടുക്കി മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു, സർജറിയില്. സൂപ്പർ സൂപ്പർ സൂപ്പർ. നൈസ്. അപ്പൊ കൊച്ചച്ഛന്റെ രണ്ടുപേരി ഉറപ്പായിട്ടും കേൾക്കണം. കൊച്ചച്ച അല്ല, പാടി എന്തെങ്കിലും ഞങ്ങൾക്ക് കേട്ട് പറ്റിയാൽ അദ്ദേഹം തന്നെ ചികിത്സിച്ചോളൂ. പാടിക്കോ ഡോക്ടറെ. ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ അഴകിൻ പവിഴം പൊഴിയും നിന്നിൽ
അമൃതകണമായി സഖി ധന്യനാ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം സായാഹ്ന സാനുവിൽ വിലോലമേഘമാ. ഗുഡ് 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 ഗുഡ്. നല്ല സോങ് സെലക്ഷൻ. അതെ അതെ. ഡോക്ടർ ഒന്ന് പരിശ്രമിച്ചാൽ വൃത്തിയായിട്ട് പാടാൻ പറ്റും. നല്ല ടോണാണ് ഡോക്ടറിന്. എനിക്ക് പെട്ടെന്ന് നമ്മുടെ പുഷ്പഗിരി ഹോസ്പിറ്റലിലെ മനോജിനെ ഓർമ്മ വന്നു. അദ്ദേഹം സർജനാണ്, അദ്ദേഹം പാടും. ഒരു ഒരു കണക്ട് തോന്നി. കുറേ സന്തോഷം കേട്ടോ കണ്ടതിൽ. ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ തെരുവിലൊക്കെ നടക്കുമായിരിക്കുന്നു ഈ വേഷത്തിൽ. ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഡോക്ടറാണെന്ന്. അത് കുറേ സന്തോഷം, കുറേ സന്തോഷം. നിങ്ങളെയൊക്കെ കാണാൻ കഴിഞ്ഞതിലും കുറേ സന്തോഷം. മക്കളെ ചക്കരെ നീ നന്നായിട്ട് പാടിയതാ, എനിക്ക് കുറേ ഇഷ്ടമായി. ഇത് ആരും സെലക്ട് ചെയ്ത ഈ പാട്ട്? അമ്മയും ഞാനും അച്ഛനും കൂടെ. ആ നൈസ്. ഒരു സമയത്ത് ഒരു ഭീകര ഇപ്പോഴും പാടിയ ജനങ്ങൾ അതുപോലെ ഏറ്റെടുക്കുന്ന ഒരു പാട്ടാണ്. മോൻ ഇത് കണ്ടിട്ടുണ്ടോ? എൻ്റെ സീനൊക്കെ കണ്ടിട്ടുണ്ടോ? ആ നല്ല രസമാണ്. മൊത്തത്തിൽ നല്ല നിങ്ങളെല്ലാവരും കൂടെ കലക്കി എല്ലാവരും. ഈ എന്താ പറയണ്ട, ഈ സിസ്റ്റേഴ്സ് മോൻ്റെ ഇതാരാണ്? സിസ്റ്റർ രണ്ടുപേരും കൊള്ളാം. അപ്പം എല്ലാവരും കൂടെ മൊത്തത്തിൽ ഡോക്ടർ അടക്കം. ഡോക്ടറാണ് പക്ഷേ കത്തി ജ്വലിച്ചത്, അത് പറയാതിരിക്കാൻ വയ്യ. അച്ഛനെ ഒരു നിവൃത്തിയില്ലായിരുന്നു. ഞാൻ കിട്ടിച്ചേനെ അച്ഛനെ കുറച്ചും കൂടെ അവിടെ ഒന്ന് കത്തി കാണിച്ചിരുന്നു. അച്ഛൻ ഇങ്ങനെ പണ്ടേ പൂ കൊടുക്കാൻ പോയിട്ടുണ്ടോ ആർക്കെങ്കിലും? അല്ല സത്യം പറഞ്ഞു, ഇതൊക്കെ അല്ല സത്യം പറയാൻ ഒരു അവസരമാണ്. ഇനിയിപ്പോ പറഞ്ഞാൽ ആരും തെറ്റിദ്ധരിക്കത്തുമില്ല. ഇല്ല ഞാൻ പൂ കൊടുത്തത് ഇവക്ക് മാത്രമേ ഉള്ളൂ. ആണോ? പിന്നെ ആരും കാണാതെ കൊടുത്തതല്ല. ആണോ അമ്മേ? ആണോ അമ്മേ? അങ്ങനെ ഒരു അബദ്ധം, വാങ്ങിയൊരു അബദ്ധം എനിക്ക് പറ്റിപ്പോയി. ദൈവമേ. അപ്പൊ ഇദ്ദേഹം പൂവും കൊണ്ട് വന്നാൽ ഇനി ആരും വാങ്ങിക്കല്ലേ, ഇതൊരു താക്കീതായിട്ട് എടുക്കുക. അപ്പൊ എന്താ മക്കളെ, എന്തൊക്കെയാണ് നന്നായിരുന്നടാ. ഒരു ഹിന്ദിയിൽ എന്തോ എനിക്കൊരു എന്തോ ഒരെണ്ണം തോന്നി. അതിന് ഞാനിവിടെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഷാൻ പറയും. ഇനി ഇപ്പുറത്ത് വേറെ ചില സ്പെഷ്യൽ കാര്യങ്ങൾ പറയാൻ ഉണ്ണികൃഷ്ണനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് മക്കളെ. ഫാമിലി കണ്ടതിൽ താങ്ക് യു സർ. ഉണ്ണി സർ, ആദ്യം ഒരു സ്റ്റാൻഡിങ് ഒവേഷൻ. ഓ താങ്ക് യു സാർ. സ്റ്റാൻഡിങ് ഒവേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങ് ഇരുന്നു. എണീക്കാൻ പറ്റില്ല, സോഫ ഭയങ്കര കംഫർട്ടബിൾ ആയി പോയി. എണീക്കാൻ പറ്റില്ല. ഇനി സിറ്റിംഗ് ഒവേഷൻ മതി. ആദ്യമായിട്ടാ കേൾക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സിറ്റിംഗ് ഒവേഷൻ. ഔട്ട്സ്റ്റാൻഡിങ്. എന്തൊരു പെർഫോമൻസ് ആണ്. ആൻഡ് എന്തൊരു ടാലന്റ് ആണ് ഈ ഫാമിലി. അമേസിങ്. എല്ലാവരും ഒരുമിച്ച്, നോ എക്സെപ്ഷനിൽ അത്രയും ഭംഗിയായിരുന്നു. സോ മച്ച്. എന്തൊരു ടീം വർക്ക് ആൻഡ് സിംഗിങ്. ബ്യൂട്ടിഫുള്ളായി പാടിയിട്ടും കൂടെ അഭിനവ് സാർ. ബ്യൂട്ടിഫുള്ളായി പാടിയ അവൻ്റെ ശബ്ദം അടഞ്ഞിട്ടുണ്ടോ? പക്ഷെ അതൊന്നും അങ്ങനെ അറിഞ്ഞിട്ടേ ഇല്ല. യുവർ വോയിസ് ഇസ് സൂപ്പർബ്. ജസ്റ്റ് വേറൊന്നും പറയാനില്ല. പിന്നെ അത്രയും എൻജോയബിൾ ആയിരുന്നു. ഒരു സിനിമ കാണുന്ന മാതിരിയുണ്ട് ശരിക്കും. ബ്യൂട്ടിഫുൾ. എന്താ പറയാ, അടിപൊളിയായിരുന്നു. താങ്ക് യു സാർ. ഒന്നാമത് നമ്മൾ സ്റ്റേജിലേക്ക് നോക്കുമ്പോൾ ഭയങ്കര കളറായിരുന്നു. ഒരുവിധം എല്ലാ കളറും ഉണ്ട് അവിടെ സ്റ്റേജിൽ. ഇവനിൽ തന്നെ ഉണ്ട് 4-5. ആദ്യം തന്നെ ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ ആ സൈക്കിളിന്റെ സംഭവങ്ങളൊക്കെ സ്മാർട്ടായിട്ട് മാനേജ് ചെയ്തു. പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ഡാൻസ് പോർഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ അച്ഛൻ്റെ ഗുണ്ടായിസം. അപ്പോഴേക്കും അച്ഛൻ കത്തിയും കൊണ്ടുവന്നപ്പോഴേക്കും അമ്മ ഫ്ലാറ്റ്. എല്ലാം ഭയങ്കര രസമായിരുന്നു. ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഇതായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് വേരിയേഷൻസ് ഉള്ളൊരു പാട്ട് അല്ലേ? ഇഷ്ടം പോലെ വേരിയേഷൻസ് ഉള്ളൊരു പാട്ട്. പക്കാല വരും, ഏകദോത്തീൻ വരും, പല പല സംഭവങ്ങൾ. പക്ഷെ നീ നന്നായിട്ട് പാടി കേട്ടോ. നന്നായിട്ട് പാടി. കാരണം ഇതൊരു ആക്ടാണ്. ഇത് ഒന്നാമത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ എന്തെങ്കിലും തെറ്റ് പാടിക്കഴിഞ്ഞാൽ അത് എഴുതാൻ ഇങ്ങോട്ടേക്ക് നോക്കാൻ പേടിയാ. കാരണം അപ്പോഴേക്കും നമ്മൾ എന്തെങ്കിലും മിസ്സായി പോകും. എന്തോ ഒരു സംഭവം വന്നിട്ട് ഞാൻ ഇങ്ങനെ താഴോട്ട് നോക്കി, ലിറിക്ക് നോക്കിയതാ. പിന്നെ ഞാൻ മേലോട്ട് നോക്കുമ്പോൾ ഇവർ രണ്ടുപേരും അവിടെ താഴെ കിടക്കുന്നു. അപ്പൊ ഞാൻ ഐ മിസ്ഡ് ഇറ്റ്. പിന്നെ ആ വിചാരിച്ചു ഇതൊന്നും കാണാം, കണ്ട് രസിക്കാം. അടിപൊളിയായിരുന്നു അഭിനവ്. നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. ഭയങ്കര എൻ്റർടൈനിങ് ആയിരുന്നു.
എനിക്ക് ഇഷ്ടമായി ഈ ഫാമിലി റൗണ്ട്. ആ, കൊള്ളാം പരിപാടി. കൊള്ളാല്ലേ? പരിപാടി കൊള്ളാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക്ക. അബി ഇനി മാർക്സ് ചോദിക്കാം. ചോദിക്കാം. ഓക്കെ ഉണ്ണി സർ. എന്നാ പിടിച്ചു. ഓക്കെ ശരത് സർ ഇന്നാ പിടിച്ചോ. ആ എന്ത് അടിയോ? അറിയില്ല. മക്കളെ നിനക്ക് 9 മാർക്ക്. താങ്ക് യു സാർ. സൂപ്പർ അടിപൊളി. ഓക്കെ താങ്ക് യു ശരത് സർ. ഷാനിക്ക 9. താങ്ക് യു സാർ. അബി 18 മാർക്സ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ഫാമിലി. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. അങ്ങനെ അബിയുടെ ഫാമിലിയുടെയും ഒരു അടിപൊളി പെർഫോമൻസ് ആണ് നമ്മൾ ഇപ്പൊ കണ്ടത്. ഇനി അടുത്തത് നമുക്കൊരു ചാലഞ്ച് റൗണ്ടിലേക്ക് പോവാം. റെഡി? യെസ്. ഓക്കെ വിളിക്കട്ടെ. വിളിക്കാം. നമ്മളുടെ വൈബ്രന്റ് ആയിട്ടുള്ള ധ്രുവ മോളാണ് വരാൻ. ഓക്കെ സോ ലെറ്റ്സ് വെൽക്കം ധ്രുവ.
ധ്രുവ മോളെ, എന്താ നമ്മളെപ്പോഴും പറയുന്ന പോലെ എല്ലാ പാട്ടുകളും വന്ന് ചുമ്മാ ഭയങ്കര ഫ്രീ ആയിട്ട് കാഷ്വൽ ആയിട്ട് ചില്ല് ചെയ്ത് പാടി പോകുന്ന ഒരാള്. ചലഞ്ച് റൗണ്ട് എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നു. അത് ഞങ്ങൾക്ക് ഈസി ആയിരുന്നു കേട്ടോ. കുറച്ച് ഓക്കെ, ചോദിച്ചു നോക്കാം. ഓക്കെ, ഉണ്ണി സാർ. ധ്രുവ, എന്താ മനോഹരമായ വോയിസ്, വെരി എക്സ്പ്രസീവ്, ഭയങ്കര എക്സ്പ്രസീവ് ആയ വോയിസ്, വെരി സിൻസിയർ സിംഗിങ്. എനിക്ക് അതാണ് തോന്നിയത്. ആൻഡ് എന്തൊരു ഗാനമാണത് രവീന്ദ്രൻ മാസ്റ്റർ അല്ലേ. ആൻഡ് ചിത്ര ചേച്ചി വോയിസ് ഇസ് ലൈക്ക് ജസ്റ്റ് ബട്ടർ, സോ നൈസ്. നന്നായി പാടി മോൾ, നന്നായി, എല്ലാം ഭയങ്കര നന്നായിരുന്നു. ക്ലാരിറ്റി, സംഗതീസ് പാടുമ്പോൾ അതൊക്കെ നന്നായിരുന്നു. ഓൺലി ജസ്റ്റ് ഹിയർ ആൻഡ് ദേർ, അവിടെ ഇവിടെ അനുപല്ലവി പാടി വരുമ്പോൾ ശ്രുതി മാത്രം. ആൻഡ് അത് കഴിഞ്ഞ് വന്ന് വൈശാഖ പൗർണമി കുറച്ച് ഷാർപ്പായിരുന്നു. ചരണത്തില് കെൻ യു ജസ്റ്റ് സിംഗ് ദ ഫസ്റ്റ് ലൈൻ? നോ, സെക്കൻഡ് ചരണല്ലേ? വെള്ളോട്ടു വളയിട്ട വെള്ളില തളിരിന്മേൽ ഇളവേൽ ചന്ദനം ചാർത്തുന്നു. അതാണ്. അതപ്പോൾ അത് കുറച്ച് ഇൻകംപ്ലീറ്റ് ആയിരുന്നു. ബട്ട് യു സാങ് ഇറ്റ് ബ്യൂട്ടിഫുൾ. സോ ബ്യൂട്ടിഫുൾ ഇറ്റ് ഇസ്. അത് പാടുമ്പോൾ എന്തൊരു അങ്ങനെ ഗെറ്റിംഗ് ഗൂസ് ബംസ്. കറക്റ്റായി പാടുമ്പോൾ ഇല്ലേ അത് സുഖം ഭയങ്കരമാണ് ശ്രുതിയോട് കൂടി. പിന്നെ ലാസ്റ്റ് എൻഡിങ് അതെന്താ ക്ലിയർ ആയി വന്നില്ല. അത് ലാസ്റ്റ് എൻഡിങ് പല്ലവി പാടി ഫിനിഷ് ചെയ്യുന്ന ഒരു ഫ്രേസ് ഇല്ലേ, കുറച്ചും കൂടി പെർഫെക്റ്റ് ആയിട്ട്. അത് ബെറ്റർ മോളെ, സൂപ്പർ. താങ്ക് യു സർ. സോ സ്വീറ്റ്. താങ്ക് യു സർ. ശരത് സർ. മോളെ എന്താ ചിരിക്കുടുക്കേ, മക്കള് നല്ല പാട്ട് കേട്ടോ, നല്ല ഒരു ബ്യൂട്ടിഫുൾ സോങ്. മോള് നന്നായിട്ട് തന്നെ പാടിയിട്ടുണ്ട്. മക്കള് നന്നായിട്ട് പാടി. ആ ചേങ്ങില മാത്രം ഒരു സുഖമില്ല. ആദ്യം മുതലേ മോക്ക് ചേങ്ങിലയിൽ ആരോ കൈവശം തന്നെന്നാ തോന്നുന്നു കേട്ടോ. അതങ്ങോട്ട് നന്നാവുന്നില്ല. അതെന്താ അങ്ങനെ? ഒന്ന് കൃത്യമായിട്ട് പാടാവും നമുക്ക്. ഫസ്റ്റ് ചേങ്ങില ഫ്രഷ് ആയിട്ട്. ഓക്കെ, നമ്മൾ പാടി നിർത്തത്തില്ലേ, പല്ലവി പാടി നിർത്തല്ലേ, ഐശ്വര്യമായിട്ട് നിർത്തിക്കേ. ഇപ്പോഴും നോക്ക്. മോളെ, അത് ഇപ്പോഴും മോക്കൊരു ഡൗട്ടാണ്, അത് വരുമോ വരില്ലയോ. ആ ഡൗട്ടൊന്നും വേണ്ട. വന്നാ വരട്ടെ, ഇല്ലേ പോട്ടെ, അത്രേ ഉള്ളൂ. കിട്ടിയാ ഊട്ടി. അങ്ങനെ ചിന്തിച്ചാൽ ഇപ്പൊ പാടും മോളെ. അത് കിട്ടും. മോളെ, അത് മനസ്സിൽ മോക്ക് ഇത് പാടുമ്പോൾ അത് വരാതെ എപ്പോഴോ വരാതിരുന്നിട്ട് അതിൻ്റെ ഒരു ബ്ലോക്ക് കിടപ്പുണ്ട്, മെന്റൽ ബ്ലോക്ക്. അതൊക്കെ എടുത്ത് ദൂരെ കളയാ. കാര്യം ഈ പ്രായത്തിൽ വരും മോളെ. അത്രേ ഉള്ളൂ. ഓക്കെ, പിന്നെ മനക്കലെ ഒന്ന് പാടാമോ? മനക്കലെ പറമ്പിലെ ചേമന്തി ചേമന്തി മനക്കലെ അവിടെ കുഴപ്പമില്ല മോളെ. മനക്കലെ പറമ്പിലെ ചേമന്തി. ഗുഡ്. അമ്മോട് നോക്കിയാ മതി കേട്ടോ. മനക്കലേത്ത ആ സാധനം ഹിറ്റ് ചെയ്യാണ്. അത് കുറഞ്ഞു പോകുമ്പോഴാണ് അത് ഒരു വഷളായിട്ടിരിക്കുന്നത്. പിന്നെ കൂജനമോ അതൊന്ന് കൃത്യമാക്കാമോ മോളെ? പാനുപല്ലേ കഴിഞ്ഞിട്ട് വരുന്നത്. ആരോ പാടും ശൃംഗാര പദമോ കോകില കൂജനമോ. അത്രേ ഉള്ളൂ. അത് മെന്റൽ ബ്ലോക്ക് വേണ്ട മക്കളെ. അത് വരും. അത് വരാതെ എവിടെ പോകാനാടാ? അതൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യണം. ഇപ്പൊ പാടി ചേർന്നിട്ടില്ല ശ്രുതി, അത് കുഴപ്പമില്ല. ഇപ്പൊ മനസ്സിലായല്ലോ കുഞ്ഞു. നല്ല ഫീല്. ഒടുക്കത്തെ ഫീലാ ശ്രുതി ചേർന്നില്ലെങ്കിൽ. മോളെ, ആ കസവണി ഒന്ന് പാടാമോ? രണ്ടും പാടിക്കോ. കസവണി മണിക്കച്ച ഞൊറിയുന്നു, കസവണി മണിക്കച്ച ഞൊറിയുന്നു. അതിനൊക്കെ ഒരു പെർഫെക്ഷൻ വേണം കേട്ടോ.
ഞൊറിയുന്നു ആ അത് മുങ്ങിപ്പോരുത്. അത് ഞൊറിയുന്നു. ഞൊറിയുന്നു അല്ല ഞൊറിയുന്നു. ആ അത് എപ്പം ഞൊറിഞ്ഞാലും കൃത്യമായിട്ട് ഞൊറിയണം. പെൺകുട്ടിയല്ലേ? അപ്പൊ അത്രേ ഉള്ളു മക്കളെ. അത് നല്ല സെലക്ഷൻ. ഇത് ആരാ കുഞ്ഞിനെ സെലക്ട് ചെയ്തത്? മോളായിരിക്കത്തില്ല ഉറപ്പായിട്ട്, അതെനിക്കറിയാം. ഇത് അച്ഛനാ. ആ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് തോന്നിയത്. അച്ഛനമ്മയും കൂടെ. നല്ല ഉഗ്രം പാട്ട് മക്കളെ, നല്ല നല്ല സുഖമുള്ള ഒരു പാട്ട്. അപ്പൊ മക്കളെ നന്നായിട്ട് തന്നെ പാട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് ഫൈൻ കറക്റ്റ് ചെയ്യാനാ പറയുന്നത് കേട്ടോ മക്കളെ. ചക്കരയ്ക്ക് കെട്ടിപ്പിടിച്ചു. താങ്ക് യു ശരത് സാർ. താങ്ക് യു സർ. ഷാനിക ധ്രുവ എന്തോ മോളെ ഭയങ്കര ഫീലായിരുന്നു കേട്ടോ മോള് പാടിയതില്. താങ്ക് യു സർ. ഇത് ആരാ എഴുതിയത്? ഇത് യൂസഫ് അലി കേച്ചേരി സർ. ആ കേച്ചേരി. ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ. കുറച്ച് ഇപ്പം ശരത്തേട്ടൻ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ തന്നെ മനക്കയിലെ, അതുപോലെ അത് കഴിഞ്ഞിട്ട് തിരിച്ച് വൈശാഖ പൗർണമിയോട് കയറിയപ്പോൾ ചെറുതായിട്ടൊന്ന് വഴുതി. പക്ഷേ മോളെ ഭയങ്കര ഫീലാണ് കേട്ടോ. എന്തിനാ ഇത്രയും മെന്റൽ ബ്ലോക്കും കൊണ്ട് നടക്കണേ? ഇത്രയും മെന്റൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാ ജീവിക്കുക? സോ മെനി ബ്ലോക്സ്. വൈ? You have to wipe out that. Okay. എന്നാലും മോള് മെന്റൽ ബ്ലോക്ക് ഒന്നുമില്ല. എന്നാലും മോള് നല്ലൊരു പാട്ടുകാരിയാവുള്ളൂ. നമുക്ക് നല്ലൊരു പാട്ടുകാരി ആവണ്ടേ? ആ അപ്പം ഈ മെന്റൽ ബ്ലോക്കും കൊണ്ട് നമ്മൾ സ്റ്റുഡിയോയിൽ കയറി കഴിഞ്ഞാൽ ശരിയാവുമോ? ഇല്ല. ഇപ്പൊ ഒരു കമ്പോസർ ഒരു ട്യൂൺ പറഞ്ഞു തന്നു, അത് പാടാൻ പറ്റില്ല എന്ന് അപ്പൊ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ പാട്ടുകാരി ആവോ? ഒരിക്കലും പറ്റില്ല. ആ അപ്പൊ ഈ മെന്റൽ ബ്ലോക്ക് എന്ന് പറയുന്ന സംഭവം അങ്ങ് തലേന്ന് അങ്ങ് എടുത്ത് കളയാൻ നമ്മളെ കൊണ്ട് പറ്റും. നേരത്തെ ഇംഗ്ലീഷ് മാഷ് പറഞ്ഞ നത്തിങ് ഈസ് ഇംപോസിബിൾ. Everything is possible. Yes, everything is possible. അപ്പൊ ആ മെന്റൽ ബ്ലോക്ക് ഒക്കെ എടുത്ത് കളയാം കേട്ടോ. നല്ല പാട്ടുകാരിയാണ്, നല്ല ഫീൽ ഉണ്ടായിരുന്നു. അല്ലറ ചില്ലറ ഈ പറഞ്ഞ പോലത്തെ പ്രശ്നങ്ങൾ, പിന്നെ ആ ടൈലന്റ് ലൈനും അതെന്താ ഉദ്ദേശിച്ചെന്നുള്ളത് മനസ്സിലായില്ല. അത്രേ ഉള്ളൂ മോളെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. തിരുവാമോൾ ഇനി ഓക്കെ ശരത് സാർ. മകളെ ചക്കരെ എന്തോ മുത്തേ 8 മാർക്ക്. താങ്ക് യു സർ. താങ്ക് യു ശരത് സാർ. ഉണ്ണി സർ ഓക്കെ. ഷാനിക ഞാൻ ആ ഫീലിന് ഒരു 0.5 കൂടെ ഒന്ന് കൂട്ടിത്തരുന്നു. 8.5. താങ്ക് യു സർ. താങ്ക് യു ഷാനിക. ടോട്ടൽ 16.5 മാർക്സ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ദുവ. ഓക്കെ. 20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. സൂപ്പർ സ്റ്റാർ വിന്നേഴ്സ് ലഭിക്കാൻ പോകുന്ന സമ്മാനങ്ങളെ കുറിച്ചിട്ടാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. 1ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ജിടെക് എഡ്യൂക്കേഷൻ നൽകുന്ന ക്യാഷ് പ്രൈസ്. 2ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോൺ നൽകുന്ന ക്യാഷ് പ്രൈസ്. 3ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ക്യൂബിക്സ് ഫുട്വെയർ നൽകുന്ന ക്യാഷ് പ്രൈസ്. 4ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു ചോസൻ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ആൻഡ് 5ാം സ്ഥാനം നേടുന്ന വിജയ്ക്ക് ലഭിക്കുന്നു സൂപ്പർ നോവ ഫുഡ്സ് നൽകുന്ന ക്യാഷ് പ്രൈസ്. ഒരു ഫോക്ക് സോങ് ആയാലോ? പെട്ടെന്നാവട്ടെ. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം ദേവിക. ചുണർത്താ
20 സ്നേഹവർഷങ്ങളുടെ ആത്മബന്ധങ്ങളിലൂന്നിയ നിറവിശ്വാസത്തിന്റെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് അമൃതം നൽകുന്ന സല്ലാപ വിരുന്ന്. ദേവു എന്തോ ഭയങ്കര രസമുണ്ടായിരുന്നടാ. Thank you. അടിപൊളിയായിരുന്നു. അച്ഛനും അമ്മയ്ക്കൊക്കെ കല്യാണം കഴിച്ച് സുഖല്ലേ? സുഖ. എന്തായോ എന്തോ. ഓക്കെ, നമുക്ക് ചോദിച്ചു നോക്കാം. ചോദിക്കാം. ഉണ്ണി സാർ. ദേവുട്ടി, എന്തോ റോക്കിംഗ് പെർഫോമൻസ്. താങ്ക് യു സാർ. ഞാനിങ്ങനെ വിചാരിക്കുകയായിരുന്നു ഈ പീക്കിരി പെൺകുട്ടി എന്താ പാടാൻ എന്താ ചെയ്യാൻ പോണെന്ന്. നോക്കുമ്പോ എന്തൊരു പവറാണ് വോയിസിൽ. ഓ, താങ്ക് യു സാർ. ഭയങ്കര രസമായിരുന്നു. താങ്ക് യു സാർ. ഞാനൊന്നും എഴുതിയൊന്നും വെച്ചിട്ടില്ല. സൂപ്പർ. എനിക്ക് ആ ഒരു എഫക്ട്സ് ഇല്ലേ, അത് മൊത്തത്തിലൊരു പവറും ആ എഫക്റ്റും ഭയങ്കര രസമായിരുന്നു. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല ഡാൻസേഴ്സും നന്നായി സപ്പോർട്ട് ചെയ്തു. ആൻഡ് ഓവറോൾ പെർഫോമൻസ് നല്ലൊരു ആൻഡ് തുറന്ന് ഇങ്ങനെ ഫ്രീഡം, സിംഗിങ് വിത്ത് ഫ്രീഡം എന്ന് പറയും. സോ യു ജസ്റ്റ് റോക്ക്ഡ് ഇറ്റ്. താങ്ക് യു സാർ. ഓഫ്കോഴ്സ് ചില അവിടെ എവിടെ ശ്രുതിയുടെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഒരു പെർഫോമൻസ് വാല്യൂ ഒന്ന് നോക്കുമ്പോൾ ഇറ്റ്സ് ഔട്ട്സ്റ്റാൻഡിങ്. സൂപ്പർ. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ഉണ്ണി സാർ. ശരത് സാർ. മക്കളെ എന്തോ നന്നായിട്ട് പാടിയടാ. താങ്ക് യു സാർ. എനിക്ക് ആകെ തോന്നിയ ഒരു ഐറ്റം എന്ന് പറയുന്ന മോള് ഉക്കനായിട്ട് ഷൗട്ട് ചെയ്യായിരുന്നു. കുഞ്ഞിന് അവിടെ എത്തുമോ നിനക്ക് എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു ഓരോ വട്ടം പാടുമ്പോഴും. കാര്യം കുഞ്ഞ് ഒരു ടെക്നിക്കും യൂസ് ചെയ്യാതെ തുറന്നടിച്ചങ്ങ് അത് ഭയങ്കര മുകളിലായിരുന്നു മോളെ. അതിൻ്റെ അപ്പുറത്ത് മോൾക്ക് ശബ്ദം ഇല്ല, അതിൻ്റെ ബ്രിമ്മിലായിരുന്നു മോള്. അതെ, അതിൻ്റെ അപ്പുറത്ത് ഒരു നോട്ടും കൂടെ ഉണ്ടെങ്കിൽ മോള് പൊട്ടിത്തെറിച്ചാണ് അവിടെ ശബ്ദം കൊണ്ട്. അത് എനിക്ക് കുറച്ചും കൂടെ ശ്രുതി ഇറക്കിയായിരുന്നെങ്കിൽ മോക്ക് ഇപ്പം താഴെ പാടാൻ പറ്റത്തില്ലേ? പറ്റും. എന്നാ പിന്നെ അത് ചെയ്തുകൂടായിരുന്നോ കുഞ്ഞ്? ഭയങ്കര അലർച്ചയായിരുന്നു. മോളത്ര സ്ട്രെയിൻ ചെയ്യുന്ന കാണുമ്പോൾ ഒരു വിഷമം അതേ ഉള്ളൂ. പക്ഷേ ഒരു 15,000 പേര് നിൽക്കുന്ന ക്രൗഡിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പാടിയാൽ നിന്നെ അവർ പൊക്കി എടുത്തോണ്ട് പോകും കേട്ടോ. അപ്പം എന്തൊക്കെയായാലും നന്നായിട്ടുണ്ട് മോളെ. ഇത് എനിക്ക് ഫീൽ ചെയ്തതാണ്. കുറേ ഓവർ ഷൗട്ടിങ് ആയിപ്പോയ മുകളിൽ. മോക്കത് പാവം കുഞ്ഞല്ലേ, എന്നാലും കൊള്ളാം. അത്രയും തകർത്ത് പാടിയില്ലേ, അതിനൊരു പ്രത്യേക അഭിനന്ദനം. താങ്ക് യു സാർ. ലവ് യു മുത്തേ. ലവ് യു സാർ. ഇത്രയും ലിറിക്ക് എങ്ങനെ നീ ഓർത്തിരുന്നു? അത് അങ്ങ് കിടക്കുക ശൂർപ്പണക വരെ. 9.5 മിനിറ്റ് ഉണ്ടായിരുന്നു ഈ പാട്ട്. കട്ട് ചെയ്തതാ. ആണോ? കട്ട് ചെയ്തപ്പോ ഇനിയും ചരണങ്ങൾ ഉണ്ടായിരുന്നോ? എന്തോ ഇനിയും ചരണങ്ങൾ ഉണ്ടായിരുന്നോ? ഇനി ഒത്തിരി ഉണ്ട്. മരണം സംഭവിച്ചാണ് കേട്ടോ. ആ ചരണമൊക്കെ അറിയൂ? ഇല്ലില്ല, അത് ഓർമ്മയുണ്ടോ? പഠിച്ചിട്ടില്ല. അത് കട്ട് ചെയ്യാൻ താമസം എടുത്തോണ്ട് ഇത്തിരി പഠിക്കാൻ, ലിറിക്സ് പഠിക്കാൻ ഇത്തിരി താമസിച്ചായിരുന്നു. ഇതിപ്പോ എത്ര മോളെ അത് കുറെ ഉണ്ട്. കുറെ എഴുതി വെച്ചേക്കാം. ഞങ്ങളിത് നോക്കിയിട്ട് തന്നെ ഞങ്ങളുടെ കണ്ണൊക്കെ വേദനിക്കാൻ തുടങ്ങി. അത്രയ്ക്ക് ലിറിക്സ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ മോളെ. എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞ മോളെ അത് കുറച്ച് റേഞ്ച് കൂടി പോയോ എന്നൊരൊറ്റ ഇത് മാത്രമേ ഉള്ളൂ. മോളെ എത്തിപ്പിടിച്ചല്ലോ. യു റോക്ക്ഡ് ഉണ്ണി പറഞ്ഞ പോലെ. താങ്ക് യു സാർ. താങ്ക് യു ശരത് സാർ. ഷാനിക. മോളെ ഇത് എത്ര? 6 ചരണോ? 7 ചരണം. സപ്തസ്വരങ്ങളെന്നാ അവിടെ മേലെയുണ്ട്. ശരിയാ, 7 ചരണം. ഓ, ഇതിലും വലിയ പാട്ടൊന്നും മോൾക്ക് കിട്ടിയില്ലേ തപ്പിട്ട് ഫോക്കില്? മോളെ ഞാൻ ഒറ്റ കമന്റ് എഴുതി വെച്ചിട്ടുള്ളൂ, ടു ഹൈ ഫോർ ദേവു. അത് മാത്രമേ എഴുതി വെച്ചിട്ടുള്ളൂ. കുറച്ച് കാരണം ഈ പറഞ്ഞല്ലോ ഒരു ഷ്രിൽ വരുന്നു ആ ഒരു പീക്ക് അടിക്കുമ്പോൾ. അപ്പം നമുക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ആ ഷ്രില്ല്. അപ്പം ഒറിജിനൽ വോയിസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഷൗട്ടിങ് പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ഒരു ഹാഫ് നോട്ടോ ഈവൻ ഒരു ഫുൾ നോട്ട് കുറച്ചായിരുന്നെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ഇത് പെർഫോം ചെയ്യാൻ പറ്റും. ഇത് അധികം ലോ ഏരിയാസ് ഒന്നും ഇല്ലല്ലോ, എല്ലാം അങ്ങ് ആകാശത്തല്ലേ കിടക്കണേ. എന്നാൽ പിന്നെ ഒരു ഹാഫ് നോട്ട് കുറയ്ക്കായിരുന്നു മോളെ. അത് മോൾക്കും സ്ട്രെയിന് കുറഞ്ഞാണ്. കാരണം മോൾ അവിടുന്ന് ഇങ്ങനെ കഷ്ടപ്പെട്ട ഹൈ നോട്ടിലേക്ക് എത്തുന്നത് കാണുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു വിഷമം. അയ്യോ, ഇവിടുന്ന് അതാണ് നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്, ഒരു ഹാഫ് കുറയ്ക്കായിരുന്നു, ഒരു ഹാഫ് നോട്ട് കുറയ്ക്കായിരുന്നു. അത്രേ ഉള്ളൂ മോളെ, വേറെ ഒന്നുമില്ല. ഇത് ആരൊക്കെയാണ് മ്യൂസിക്, ലിറിക്സ്, സിംഗർ? മ്യൂസിക് വിനോദ് നെല്ലായി സാർ. ലിറിക്സ് പ്രദീപ് ഇരിങ്ങാലക്കുട. ഓക്കെ. പാടിയത് ബിജു പുലിപ്പാറക്കുന്ന്. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. ഡാൻസേഴ്സും എല്ലാവരും കൂടെ നല്ലൊരു ഫോക്കിഷ് ഓളം ഉണ്ടാക്കി കേട്ടോ. താങ്ക് യു സാർ. താങ്ക് യു ഷാനിക. ഓക്കെ, മാർക്സ് ചോദിക്കാം. ഷാനിക. ദേവുട്ടി എന്തോ 8.5.
താങ്ക് യു സാർ. അയ്യേ അല്ല ആ 0.5 നമുക്കൊരു ചേർച്ച വേണ്ടേ? അങ്ങനെ അത് പിന്നെ 8 പറയും 0.5 പറയാന്ന് വിചാരിച്ച നിങ്ങൾ സാധാരണ അങ്ങനെയല്ലല്ലോ പറയാറ്. സാധാരണ ഉള്ളവരുടെ എപ്പോഴും ഇരിക്കുവോ? ഓക്കെ 8.5. ശരത് സാർ 8. താങ്ക് യു സാർ. ഉണ്ണി സാർ ദേവുട്ടിയേ ദോ. ഓക്കെ സോ ടോട്ടൽ 16.5 മാർക്സ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ദേവന്റെ പെർഫോമൻസോടെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. എന്നാ പോയെല്ലാം കഴിച്ച് കിടന്ന് ഉറങ്ങിക്കോ. ഓക്കെ ഗുഡ് നൈറ്റ്. ബൈ ബൈ. Bye.